യുവാക്കളെയും മധ്യവർഗത്തെയും ലക്ഷ്യമിട്ടായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തൊഴിൽ, നൈപുണ്യ വികസനം, അടിസ്ഥാന സൗകര്യം, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്കായിരുന്നു ഊന്നൽ. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% കുറച്ചത് സ്വർണത്തിന്റെ കള്ളക്കടത്ത് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ബാഗേജ് അലവൻസിൽ കൂടുതൽ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നവർക്കും കസ്റ്റംസ് തീരുവ കുറച്ചത് ആശ്വാസമായേക്കും. നിലവിൽ 900 ടൺ സ്വർണ്ണാഭരണങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു വരുന്നത്. ഇതിന് 3 ഇരട്ടിയോളം അനധികൃതമായി കള്ളക്കടത്ത് സ്വർണ്ണമായി വരുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുന്നതോടെ ഇറക്കുമതി കൂടും. ലാഭം കുറയുന്നതോടെ കള്ളക്കടത്തും കുറയുമെന്നാണ് വിലയിരുത്തൽ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് തീരുവ 15% നിന്നും 6% ചുരുക്കി. ഇത് കൂടുതലായിട്ട് ഇവിടുന്ന് സ്വർണ്ണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. ആ ഡിഫറൻസ് ഇല്ലാതാകുകയാണ്. അപ്പം അതുകൊണ്ട് അത്രയും താല്പര്യം ആളുകൾക്ക് ഉണ്ടാകത്തില്ല. അതിന് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കള്ളക്കടത്ത് സ്മഗ്ലിംഗ് കുറയാനായിട്ട് ഉപയോഗിക്കും. ഈ സ്മഗ്ലിംഗ് കുറയുന്നത് ഇന്ത്യൻ ഇക്കോണമിക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതിനിടെ പ്രവാസി പുനരധിവാസം, വിമാനയാത്രാ നിരക്ക് ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം വർഷങ്ങളായി ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ബജറ്റിൽ പരാമർശമില്ലാത്തതിൽ പ്രവാസികൾക്കിടയിൽ നിന്ന് പ്രതിഷേധമുയരുന്നുണ്ട്. ഇതുവരെ അവതരിപ്പിച്ച ഒറ്റ ബജറ്റിൽ പോലും പ്രവാസികളുടെ പേര് പരാമർശിക്കാത്ത റെക്കോർഡ് സൃഷ്ടിച്ച മന്ത്രി എന്ന ചരിത്രം കൂടി ഈ ബജറ്റിനുണ്ടെന്ന് പ്രവാസികൾ ആരോപിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ചരിത്ര നേട്ടമുണ്ടാക്കിയ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവരുടെ ഒരു ബജറ്റിൽ പോലും ലക്ഷക്കണക്കിന് പ്രവാസികളെ അഡ്രസ്സ് ചെയ്യുവാനോ പരാമർശിക്കുവാനോ അവർക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിക്കുവാനോ ഇതുവരെ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഏറെ ഖേദകരമാണ്. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലോ അവർ എവിടെ പോലും പ്രവാസികൾക്ക് വേണ്ടി ഒരു പദ്ധതിയോ പ്രഖ്യാപിച്ചതായി കണ്ടിട്ടില്ല. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര ബജറ്റ് ഒരു സംസ്ഥാന ബജറ്റ് പോലെ നമുക്കൊക്കെ തോന്നിയത്. 24 ദുബായ്.